ദേശാഭിമാനി മുഖപ്രസംഗം 2024 നവംബർ 25. തെരഞ്ഞെടുപ്പ് ഫലം പറയുന്ന സത്യങ്ങൾ. രണ്ട് സംസ്ഥാന നിയമസഭകളിലെയും കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലെയും ഫലം വ്യക്തമായ രാഷ്ട്രീയ സൂചനകളാണ് നൽകുന്നത്. കേരളത്തിൽ UDFും BJPയും വലതുപക്ഷ മാധ്യമങ്ങളും കെട്ടിപ്പൊക്കിയ ഭരണവിരുദ്ധ വികാരമെന്ന പ്രചാരണത്തിന് കനത്ത തിരിച്ചടിയാണ് ജനങ്ങൾ നൽകിയത്. ഒപ്പം ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ശക്തികളുടെ ഏകീകരണത്തിലൂടെ UDF രാഷ്ട്രീയത്തിനുണ്ടായ അപജയവും പ്രകടമായി. ചേലക്കരയിലെ ഫലം ഭരണവിരുദ്ധ വികാരത്തിന്റെ ശക്തമായ പ്രതികരണമായിരിക്കുമെന്നാണ് UDF BJP നേതാക്കളും അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങളും അവകാശപ്പെട്ടത്. എന്നാൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 6 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5174 വോട്ട് മാത്രമാണ് LDFന് ഇവിടെ അധികമുണ്ടായിരുന്നത്. അതാണ് 12201 എന്ന മികച്ച ഭൂരിപക്ഷത്തിലേക്ക് മാറിയത്. ജനങ്ങൾ LDF സർക്കാരിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നെന്നതിന്റെ തെളിവാണ് ചേലക്കരയിലുണ്ടായ വിജയം. പാലക്കാട് കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 3-ം സ്ഥാനത്തായിരുന്നു LDF. 2-ം സ്ഥാനത്തുണ്ടായിരുന്ന BJPയേക്കാൾ 15,000-ഓളം വോട്ടിന് പിന്നിലായിരുന്നതും വസ്തുതയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് 2256 കുറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 896 വോട്ട് അധികം ലഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2653 വോട്ട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ അധികം നേടി. ഇതെല്ലാം കാണിക്കുന്നത് UDF മണ്ഡലമായ പാലക്കാടും LDF നില മെച്ചപ്പെടുത്താനായെന്നതാണ്. അതേസമയം UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചതെങ്ങനെയെന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച 11,000-ലധികം വോട്ട് ഇത്തവണ കുറഞ്ഞു. ഇവിടെ 2 കാര്യങ്ങൾ വെളിപ്പെടുന്നുണ്ട്. 1. കേരളത്തിൽ മുന്നേറുന്നുവെന്ന് അവകാശപ്പെടുന്ന BJPയുടെ തകർച്ച. 2. കോൺഗ്രസുമായുള്ള അന്തർധാര. കള്ളപ്പണത്തിൽ 4 കോടി രൂപ കോൺഗ്രസ് MP ഷാഫി പറമ്പിലിന് കൊടുത്ത വിവരം വെളിപ്പെടുത്തിയത് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തന്നെയാണ്. ഇത് സംബന്ധിച്ച് കോൺഗ്രസോ ഷാഫിയോ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. 2 കൂട്ടരും തമ്മിലുള്ള അന്തർധാര ഇതിൽ വ്യക്തമാണ്. ഇതുപോലെ BJPയുടെ കുറേ വോട്ടും UDFന് കൈമാറിയിട്ടുണ്ട്. ഇതോടൊപ്പം തീവ്രവർഗീയ സംഘടനകളായ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ച് ഒപ്പം കൂടി. ഒരു ഭാഗത്ത് RSSുമായി കരാറുണ്ടാക്കി BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ കച്ചവടം ചെയ്യുക, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് അവരുടെ വോട്ടുകളും സമാഹരിക്കുകയെന്ന ഏറ്റവും തരംതാണ രാഷ്ട്രീയ നിലപാടിലേക്കാണ് UDF അധംപതിച്ചിരിക്കുന്നത്. അതിനായി തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ വർഗീയതയിലൂന്നിയായിരുന്നു UDF പ്രവർത്തനം. തീവ്ര വർഗീയത പ്രചരിപ്പിക്കുന്ന SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒപ്പം കൂട്ടിയ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ വർഗീയതയുമായി സന്ധി ചെയ്തെന്ന പിണറായി വിജയന്റെ പ്രസംഗം പോലും വർഗീയ പ്രചാരണത്തിനായി ഉപയോഗിച്ചു. ലീഗ് പ്രസിഡന്റിനെ വിമർശിച്ചാൽ അത് സമുദായത്തിനെതിരാകുമെന്ന തരത്തിലായിരുന്നു UDF പ്രചാരണം. ഇങ്ങനെ എല്ലാത്തരം വർഗീയതയെയും കൂട്ടുപിടിച്ചാണ് പാലക്കാട് UDFനുണ്ടായ താൽക്കാലിക വിജയമെന്ന് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് തിരിച്ചുവന്നെന്ന പ്രചാരണത്തിനേറ്റ കനത്ത പ്രഹരമാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം. കോൺഗ്രസിന് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ത്രാണി നഷ്ടപ്പെട്ടെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മഹാരാഷ്ട്ര. തീവ്ര വർഗീയതയിലൂന്നി പ്രവർത്തിക്കുന്ന BJPക്ക് ബദലാകാൻ മൃദുവർഗീയതയെ താലോലിക്കുന്ന കോൺഗ്രസിനാകില്ലെന്ന യാഥാർത്ഥ്യത്തിന് അടിവരയിടുകയാണ് ഈ ഫലം. ഇതിനു മുമ്പ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും നാം ഇത് കണ്ടതാണ്. ഇവിടങ്ങളിലൊന്നും BJPയെ പിന്നിലാക്കാൻ കോൺഗ്രസിനായില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസിന് പച്ച തൊടാനായില്ല. ജാർഖണ്ഡിൽ JMM ആണ് വർഗീയ ശക്തികളെ പിടിച്ചുകെട്ടിയത്. ജാർഖണ്ഡിൽ JMMനെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. BJPയുടെയും തീവ്രവർഗീയത അവർ തള്ളിക്കളഞ്ഞു. ആദിവാസി ജനവിഭാഗങ്ങൾ പൂർണ്ണമായും JMMനൊപ്പം നിന്നു. BJPക്കെതിരെ JMM ആണ് മുഖ്യമായും പ്രചാരണം നയിച്ചത്. മുന്നണിയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ കാര്യമായ പ്രചാരണത്തിനെത്തിയില്ല. കോൺഗ്രസിന് കിട്ടിയ സീറ്റുകൾ പോലും JMMന്റെ സ്വാധീനത്തിലാണ്. മഹാരാഷ്ട്രയിലെ CPIM സിറ്റിംഗ് സീറ്റായ ദഹാനുവിൽ വിനോദ് നിക്കോളയ്ക്ക് ഉജ്ജ്വല വിജയമാണ് ലഭിച്ചത്. BJPയുടെ വിനോദ് സുരേഷ് മേധയെയാണ് നിക്കോള 5133 വോട്ടിന് തോൽപ്പിച്ചത്. 10ാം തവണയാണ് CPIM ഇവിടെ വിജയക്കൊടി പാറിച്ചത്. കൽവാനിൽ CPIM സ്ഥാനാർത്ഥി JP ഗോവിന്ദ് 2ാം സ്ഥാനത്തെത്തിയതും ശ്രദ്ധേയമായി. കോൺഗ്രസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൊതുവിൽ നൽകുന്ന പാഠം. വർഗീയതയുമായി സമരസപ്പെടുന്ന കോൺഗ്രസ് നയമാണ് ആ പാർട്ടിയുടെ നാശത്തിന് കാരണമാകുന്നത്. അല്പമെങ്കിലും വേരോട്ടമുള്ള കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനു പകരം താൽക്കാലിക നേട്ടത്തിനായി വർഗീയതയെ കൂട്ടുപിടിക്കുന്നതാണ് കാണുന്നത്. ആപൽക്കരമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ജനങ്ങൾ കൈയൊഴിയുന്ന കാലം അതിവിദൂരമല്ലെന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്.